നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. ഞാനിപ്പോൾ ഡാലസിലാണ്. ഡാലസിൽ നിന്ന് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാനിപ്പോൾ പിന്നും ആമസോൺ ലോക്കറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ എനിക്കൊരു തെർമൽ ഞാൻ എക്സ്ട്രാ ഓർഡർ ചെയ്തിരുന്നു. ഇവിടെ ഭയങ്കര അസാധ്യ തണുപ്പാണ്. 5 ഡിഗ്രി 4 ഡിഗ്രി മാത്രമേ ഉള്ളൂ, പക്ഷേ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഓർഡർ ചെയ്തു. ഒറ്റ ദിവസത്തിലൂടെ ഡെലിവറി ആവും. ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ് ഇവിടെ ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ് ഡാലസിൽ. അത് ഞാൻ എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ഫുഡ് പാത്തൊക്കെ കണ്ട് എത്ര സൂപ്പറായിരിക്കും. ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പോലെ ഇവിടെ ഫുഡ് പാത്തിൽ വണ്ടികളൊന്നും വരില്ല. വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല. പാർക്ക് ചെയ്താൽ അപ്പം തന്നെ ടിക്കറ്റ് കിട്ടും. എന്ന് വെച്ചാൽ ഫൈൻ കിട്ടും. അപ്പം തന്നെ ഫൈൻ അടിക്കും പോലീസുകാർ വന്നിട്ട്. ഇല്ലെങ്കിൽ നാട്ടുകാർ തന്നെ പോലീസിന് ഫോൺ ചെയ്താൽ അപ്പം തന്നെ ഫൈൻ അടിക്കും. ഇതില്ലത് കാലി നടക്കാനുള്ളവർക്ക് മാത്രമാണ് ഫുഡ് പാത്ത്. എത്ര മനോഹരമായിട്ട് ഇരിക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞ പോലെ ഇപ്പം ഞാനിപ്പോൾ നടന്നുകൊണ്ട് പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ ഞാൻ ഇപ്പോൾ ക്യാമറ ട്രൈപ്പോഡിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ഗ്ലൗസ് ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കൈയൊക്കെ മരവിച്ച് പോയിരിക്കുകയാണ്. അത്രയൊക്കെ തണുപ്പാണ് ഇവിടെ. ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ കൈ പോക്കറ്റിലിട്ട് കുറച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ ആമസോൺ ലോക്കറിൻ്റെ അടുത്ത് ഇതും 77 സ്റ്റോറിൻ്റെ അടുത്താണ് ഉള്ളത്. പക്ഷേ ഇത് പുറത്തുണ്ട്, ചിലത് ഉള്ളിലുണ്ടാവും. അവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ചെയ്യാനുള്ള നിങ്ങൾക്ക് പാർക്കിംഗ് ചെയ്യാൻ സ്ഥലമുണ്ട്. വന്നിട്ട് പാർക്ക് ചെയ്തിട്ട് വണ്ടിയിൽ എടുത്തുകൊണ്ട് പോകാം നിങ്ങൾക്ക്. അങ്ങനെ ഇപ്പം ഞാൻ ആമസോൺ ലോക്കറിലെത്തിയപ്പോൾ ഞാൻ ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. എന്താ വെച്ചാൽ ആമസോൺ ലോക്കറിന് ഓരോ പേരുണ്ടാവും. ഈ ആമസോൺ ലോക്കറിൻ്റെ പേര് ന്യൂട്രോൺ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ആമസോൺ ലോക്കർ പറഞ്ഞത് ഭയങ്കര ഹെൽപ്പാണ് എല്ലാവർക്കും. ടൂറിസ്റ്റുകൾക്ക്, അമേരിക്കയിൽ വരുന്ന ആൾക്ക് ഭയങ്കര ഹെൽപ്പാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒത്തിരി സാധനങ്ങൾ നിങ്ങൾക്ക് ആമസോണിൽ മേടിക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും ആമസോൺ ലോക്കർ നിങ്ങൾ ലൊക്കേറ്റ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് അയക്കുക. 900ഓളം ആമസോൺ ലോക്കർ അമേരിക്കയിലുണ്ട്. അതിൻ്റെ കൂടുതൽ തന്നെ ഉണ്ടാവും ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തി നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ നിയറസ്റ്റ് ആമസോൺ ലോക്കർ ഏതാണ് പറഞ്ഞിട്ട് അതിലേക്ക് നിങ്ങൾക്ക് സാധനം സുഖമായിട്ട് അയക്കുക. ഞാനിപ്പോൾ എല്ലാം ടെക്സസിൽ ആമസോൺ ലോക്കറാണ്. ടെക്സസിൽ ഡാലസിലുള്ള ആമസോൺ ലോക്കറാണ് ഇതിപ്പോൾ. അങ്ങനെയൊക്കെ അത് പറഞ്ഞ എനിക്ക് കോഡ് നിന്നിട്ടുണ്ട് രാവിലെ. അതുകൊണ്ടാണ് ഞാൻ ചാടി കയറി ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അത് Airbnb ആണ് വീട് പറഞ്ഞാൽ. ചാടിക്കയറി ഇറങ്ങി തെർമൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട്. ബാർകോഡും സ്കാനാക്കുക, അല്ലെങ്കിൽ കോഡുണ്ട്, അത് ഇട്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആവും. ഞാൻ ഇപ്പോൾ കോഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞങ്ങളെ ഓപ്പണായി. ആദ്യത്തെ ഇത് ഓപ്പണായി. ഇതിന് സാധനം എടുക്കട്ടെ പുറത്തേക്ക്. കുട്ടപ്പനും പുറത്തേക്ക് എടുത്തു. അപ്പം ഞാൻ സാധനം എടുത്തിട്ട് ഇപ്പോൾ എയർബിഎൻബിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡാലസ് വന്നത് എന്തിനാണ് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഞാൻ ഖത്താറിൽ നിന്ന് ഡാലസിലേക്ക് എയർ ബസ്സിൻ്റെ 350,000 പറഞ്ഞൊരു പുതിയ ഫ്ലൈറ്റ് ഇറക്കിയായിരുന്നു. ഇത് 4 എയർലൈൻസിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഈ ഖത്താറിൻ്റെ അടുത്ത് ഒന്ന് ഡാലസിലേക്കുണ്ട്, പിന്നെ ഇന്നൊന്ന് ഹ്യൂസ്റ്റണിലേക്കാണ് ഇവർ സർവീസ് നടത്തുന്നത്. ഇത് ലോകത്തിലുള്ള ഏറ്റവും നീളം കൂടിയ ഫ്ലൈറ്റാണ്. വലിയതല്ല, നീളം കൂടിയ ഫ്ലൈറ്റാണ്, കമേഴ്ഷ്യൽ ഫ്ലൈറ്റാണ്. അതുമല്ലാതെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള ഒരു ഫ്ലൈറ്റും കൂടിയാണ് ഇത്. അതുകൊണ്ട് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ കയറി. ഞാൻ എയർബസ് 380 കയറിയിട്ടുണ്ട്. അങ്ങനെ പല ഇതിലും ബോയിങ്ങിൻ്റെ പല വലിയ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കയറുന്നത്. അതുകൊണ്ട് ഡാലസിൽ നിന്നിട്ട് എന്താ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. വന്നത് നന്നായി. അതന്നെ നമ്മൾ എന്താ ചെയ്യണമെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അതെല്ലാം നല്ലതായിട്ട് തന്നെ വരും. അതാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഫുഡ് പാത്തൊക്കെ കാണാൻ എത്ര മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ നല്ല ഫുഡ് പാത്ത് ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ വണ്ടികളൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അത് നടക്കാനാവാത്ത രീതിയിലല്ലേ അത് ആക്കി വെച്ചിരിക്കുന്നത്. എപ്പോഴും ഫുഡ് പാത്തുള്ളത് നടക്കാൻ മാത്രമായിരിക്കണം.
അങ്ങനെ ഇപ്പം ഞാൻ വീട്ടിലേക്ക് പെട്ടെന്ന് നടന്നുകൊണ്ട് പോയിക്കൊണ്ടുണ്ട്. സോ ഇതിലെന്താ വെച്ചാൽ ഈ നൈബറുടെ ഇപ്പം ഞാൻ വന്നിട്ട് ഇവിടെ 2 ദിവസത്തോളമായി. നൈബറുടെ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് പരിചയമായിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് കണ്ണോടിയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും പോയി. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ല എങ്ങോട്ട് പോകാമെന്നെങ്കിൽ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ എപ്പോഴും എങ്ങോട്ട് വേണമെങ്കിലും നടന്നുകൊണ്ട് നിന്ന് അധികം പോകുന്നു. പിന്നെ കുറേ ദൂരം ഉണ്ടെങ്കിൽ ഊബർ യൂസ് ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഈ തെർമലൊക്കെ വാരി ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ മെക്സിക്കൻ കോൺസുലേറ്റ് പോകണം. എന്തിനാ വെച്ചാൽ ഓൾറെഡി എൻ്റെ അടുത്ത് US വിസ ഉള്ളതുകൊണ്ട് അവിടെ വിസ വേണ്ട. എന്നാലും ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ട്, കാരണം വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് കുറേ ഇന്ത്യക്കാർ അവർ റിപ്പോർട്ട് ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മെക്സിക്കൻ കോൺസുലേറ്റ് പോകണം. ഇത് വീട്ടിൽ പോയിട്ട് എത്തിയിട്ട് അവിടുന്ന് റെഡി ആയിട്ട് ഊബർ ചെയ്ത് മെക്സിക്കൻ കോൺസുലേറ്റ് പോകണം. അങ്ങനെ വാചകം അടച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ എയർബിഎൻബിൻ്റെ മുമ്പിലെത്തി. ഇതോ കാണുന്നതാണ് എൻ്റെ എയർബിഎൻബി. എൻ്റെ മുമ്പിലൊരു സ്കൂളുണ്ട്, നല്ലൊരു ഏരിയയാണ്, എല്ലാം അടുത്തുണ്ട്. അതിൻ്റെ പുറകിൽ അപ്പുറത്തെ സൈഡ് നമുക്ക് സൂപ്പർ മാർക്കറ്റും, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഭയങ്കര അടുത്താണ്, എല്ലാത്തിനും അടുത്താണ്. അപ്പുറത്ത് ബാങ്കുണ്ട്, ബാങ്ക് വേണമെങ്കിൽ ബാങ്ക് ഉപയോഗിക്കാം. സോ 2 മിനിറ്റിൻ്റെ വാക്കേ ഉള്ളൂ. അതിൻ്റെ പുറകിലാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ കയറട്ടെ. എൻ്റെ പൊന്നെ വാതിലൊന്ന് തുറക്കുവോ? അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ചാടി കയറി ഊബറിൽ കയറി. ഇപ്പോൾ ഊബറിൽ കയറിയിട്ട് മെക്സിക്കൻ കോൺസുലേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മെക്സിക്കൻ വിസയെ പറ്റി കൺഫർമേഷൻ വേണോ, അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടുണ്ട്. സോ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു ഹൈവേൻ്റെ അടുത്താണ്. ഇപ്പോൾ മെക്സിക്കൻ കോൺസുലേറ്റ് എത്താനായി. ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്നിട്ട് അവിടെ ചോദിച്ചിട്ട് പുറത്ത് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് പറയാം സുഹൃത്തുക്കളെ. ഇപ്പം ഞങ്ങൾ മെക്സിക്കൻ കൺസുലേറ്റിൻ്റെ പുറത്ത് വന്ന് ഡാലസിലുള്ളത്. സോ ഇതൊരു ഹൈവേൻ്റെ അടുത്താണ്. സോ ഉള്ളിൽ ഒരു വൈഫൈ ഇല്ല, ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ പെട്ടുപോയി. സോ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് മൊബൈൽ ഇൻ്റർനെറ്റ് ഇല്ല. പിന്നെ അവിടെ ഉള്ളിലോ വൈഫൈ ഉണ്ടാവും പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചതാണ്, പക്ഷെ അവിടെ വൈഫൈ ഇല്ല. സോ ഇതൊരു ഹൈവേയുടെ സൈഡിലാണ് ഉള്ളത്. സോ ഹൈവേയുടെ സൈഡിലായതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും നടന്നുകൊണ്ട് പോകാൻ പറ്റില്ല. ഊബർ ബുക്കാക്കാനും പറ്റുന്നില്ല ഇവിടുന്ന്. അങ്ങനെ നമ്മളിപ്പോൾ ഭയങ്കര ഒരു സിറ്റുവേഷനിലാണ്. ഞാനിപ്പോൾ നടന്നുകൊണ്ട് പോവാണ്. ഇത് നിങ്ങൾക്ക് മുമ്പിൽ കാണാം. ഒരു ഫുട് പാത്തും ഇല്ല, ഒന്നുമില്ല. ഇവിടെ മൊത്തം ലോണാണ്. ലോൺ പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റില്ല. ആക്ച്വലി പോലീസ് എങ്ങാണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് ഉള്ളിലാക്കും മക്കളെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് പറഞ്ഞിട്ട് മാപ്പിൽ അത് അങ്ങനെ കാണിച്ചു GPS. അത് ഏകദേശം കാണിച്ച ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് ക്ലിയർ ഡീറ്റെയിൽസ് ആയിട്ട് വരില്ല. സോ അത് തിരഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് ഒരു നെയ്ബർഹുഡ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്ത് പറ്റും എന്ത് പറ്റില്ല എന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഈ ഹൈവേ കടന്നിട്ട് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണണം. ബസ് കിട്ടിയെങ്കിലായി. ഇവിടെ നിന്നിങ്ങനെ തെറി പറഞ്ഞോട് ഇരിക്കുകയാണ്, ചീത്ത പറഞ്ഞോട് ഇരിക്കുകയാണ്. എവിടെ കൊണ്ടുവന്ന് എങ്ങോട്ട് എത്തിച്ചു. കാരണം വെച്ചാൽ ഹൈവേ കിടക്കുന്നതെന്ന് ഭയങ്കര വണ്ടികൾ വരുന്നുണ്ട്. സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നെട്ടിപ്പോവും. അതിലെന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയും പോലും കിട്ടില്ല നാട്ടിലേക്ക് അയക്കാൻ. ഞാൻ കാര്യം ചെയ്യട്ടെ സുഹൃത്തുക്കളെ. ക്യാമറ ഓഫ് ആക്കിയിട്ട് ഷെഡേന്ന് റോഡ് ക്രോസ് ആക്കിയിട്ട് നിങ്ങളെ പിന്നും കാണാം. അങ്ങനെ ഞങ്ങൾക്ക് റോഡ് ക്രോസ് ആക്കി എങ്ങനെയൊക്കെ ഓടി ചെന്ന് റോഡ് ക്രോസ് ആക്കി, പ്രശ്നമൊന്നുമില്ല. റോഡ് ക്രോസ് ആക്കി ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡ് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അത് ഞാൻ ആദ്യം മെക്സിക്കൻ കോൺസുലേറ്റ് തിരയുമ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതിൽ കണ്ടതാണ് മാപ്പിൽ. സോ അങ്ങോട്ട് പോയിക്കൊണ്ടുണ്ട് ഇപ്പോൾ. എൻ്റെ മക്കളെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പെടുന്നത്. US കുറേ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, കുറേ ആളാണ് ഞാൻ കറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ പെടുന്നത്. എവിടെ പോയാലും ഫുഡ് പാത്തെങ്കിലും ഉണ്ടാവും, പക്ഷേ ഇവിടെ അതും ഇല്ല, ഒന്നുമില്ല. എന്താ ചെയ്യുക ഈ സിറ്റുവേഷൻ? നിങ്ങളൊക്കെ പുറത്ത് വരും, പ്രശ്നമില്ല. ഇതൊക്കെ അല്ലേ ട്രാവലിൻ്റെ ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തേടി പിടിച്ച് ബസ് സ്റ്റോപ്പിലെത്തി. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇത് നിങ്ങൾ പുറകിൽ കാണാം മഞ്ഞ കളർ ബോർഡ്. ഇതാണ് ബസ് സ്റ്റോപ്പിൻ്റെ ബോർഡ്. ഇവിടെ ഷെഡൊന്നുമില്ല, ജസ്റ്റ് ഒരു ബോർഡേ ഉണ്ടാവുള്ളൂ. ഇവിടെ 63 ബസ് നമ്പർ പറഞ്ഞിട്ട് ഇവിടെ 63 പറഞ്ഞിട്ട് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ടൈമിങ്സ് ആയാലോ ഫ്രീക്വൻസി ആയാലോ ഒരു കുന്നും ഇത് എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എത്ര മിനിറ്റല്ല എത്ര മണിക്കൂറിന് ഒരു ബസ്സാണെന്നും ഒരു നിശ്ചയമില്ലാത്ത ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇൻ്റർനെറ്റ് ഇല്ലാത്ത കൊണ്ട് ഭയങ്കര ഇതാണ്. കണക്ടിവിറ്റി വേണമെന്ന് പറയുന്നത്. എന്നാലും പ്രശ്നമില്ല, ഇതൊക്കെ നമ്മൾ താണ്ടി മുമ്പോട്ട് പോയിരിക്കും.
അതല്ല നമ്മളത് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ മുമ്പിൽ കണ്ടിട്ടിട്ടാണ്. ഇല്ലെങ്കിൽ ഇവിടെ ടെൻറ്റ് അടിച്ച് കിടക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. അടുത്ത നമുക്ക് ബസ് കിട്ടിയോ ഇല്ല അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും പറയുന്നത്.